2025 എന്ന ഈ വർഷത്തിലെ ആദ്യത്തെ മലയാളം വിജയ സിനിമ കൂടിയായ ആസിഫ് അലി നായകനെത്തിയ രേഖാചിത്രം ആ സിനിമയുടെ 9ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിന്റെ മമ്മൂട്ടി ചേട്ടൻ കൂടി ഒരു പ്രധാന ഭാഗമായ രേഖാചിത്രം എന്ന സിനിമയുടെ 9 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ ഇന്നത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തേതിന് സമാനമായ ട്രാക്കിംഗ് ഗ്രോസ് ആണ് ഇന്ന് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 43 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലത്തേതിന് സമാനമായ കേരള ഗ്രോസ് ആണ് ഇന്നും സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 1 കോടിയായിരുന്നു സിനിമ നേടിയെടുത്തത്. ഇന്നത്തെ 1 കോടി കളക്ഷൻ കൂടി ചേർക്കുമ്പോൾ 17,65 ലക്ഷത്തിലേക്ക് സിനിമയുടെ 9 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ എത്തുന്നതാണ്. അപ്പോൾ ആകെ മൊത്തത്തിലെ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ആകെ കേരള ഷെയർ 8 കോടി ഇന്നത്തോടെ പിന്നിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ കാവ്യ ഫിലിംസിന്റെ സിനിമ ഈ വീക്കെൻഡിലെ കേരള കളക്ഷൻ ഷെയർ കൂടി വരുമ്പോൾ സിനിമ കേരളത്തിലെ കളക്ഷനും കൊണ്ട് മാത്രം ലാഭകരമായി മാറുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 2-3 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 42 കോടി കടക്കുന്നതാണ്. സിനിമ 50 കോടി ഉറപ്പിച്ച ആസിഫ് അലിയുടെ അടുത്ത സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 2 ദിവസങ്ങൾ കൊണ്ട് 50 കോടിയിലേക്ക് എത്തപ്പെടാൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ രേഖാചിത്രത്തിന്റെ ഞായറാഴ്ച വരെയുള്ള അടുത്ത കൃത്യമായ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ അറിയാനായിട്ട്.